എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിൽ നിന്നും എടുത്തിട്ടുള്ള GK ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. നവസാരത്തിൻ്റെ രാസനാമം. നവസാരത്തിൻ്റെ രാസനാമം അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡ് എന്നതാണ് നവസാരത്തിൻ്റെ രാസനാമം. നവീകരണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. നവീകരണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് മാർട്ടിൻ ലൂതർ. മാർട്ടിൻ ലൂതറാണ് നവീകരണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത്. നാസിക് ഏത് നദിയുടെ തീരത്താണ്? നാസിക് ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി. ഗോദാവരി നദിയുടെ തീരത്താണ് നാസിക്. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന വരികൾ രചിച്ചത്. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന വരികൾ രചിച്ചത് കുറ്റിപ്പുറത്ത് കേശവൻ നായർ. കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന വരികൾ രചിച്ചത്. നാട്യശാസ്ത്രം രചിച്ചത്. നാട്യശാസ്ത്രം രചിച്ചത് ഭരതമുനി. ഭരതമുനിയാണ് നാട്യശാസ്ത്രം രചിച്ചത്. നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത്. നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ് നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത്. നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു. നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു കാൽസ്യം ഓക്സൈഡ്. കാൽസ്യം ഓക്സൈഡാണ് നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു. നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യോൽപാദനം. മത്സ്യോൽപാദനവുമായിട്ടാണ് നീലവിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത്. നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിലാണ്? നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിലാണ്? കൊല്ലം. കൊല്ലം ജില്ലയിലാണ് നീണ്ടകര ഫിഷിംഗ് ഹാർബർ സ്ഥിതി ചെയ്യുന്നത്. നുൻമതി എണ്ണശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ്? നുൻമതി എണ്ണശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ്? അസം. അസമിലാണ് നുൻമതി എണ്ണശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്. 100ാമത്തെ സാഹിത്യ നോബൽ ജേതാവ്. 100ാമത്തെ സാഹിത്യ നോബൽ ജേതാവ് JM കൂറ്റ്സെ. JM കൂറ്റ്സെയാണ് 100ാമത്തെ സാഹിത്യ നോബൽ ജേതാവ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ്. ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഏണസ്റ്റ് റൂദർഫോർഡാണ് ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പിതാവ്. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പരുന്ത്, ഈഗിൾ. പരുന്താണ് പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത് ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായിയും. ചൗ എൻ ലായിയും ജവഹർലാൽ നെഹ്റുവുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത്. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങളാണ് പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്നത്. പർവ്വതാരോഹകനായിരുന്ന എഡ്മണ്ട് ഹിലാരി ഏത് രാജ്യക്കാരനായിരുന്നു? പർവ്വതാരോഹകനായിരുന്ന എഡ്മണ്ട് ഹിലാരി ഏത് രാജ്യക്കാരനായിരുന്നു? ന്യൂസിലാൻഡ്. പർവ്വതാരോഹകനായിരുന്ന എഡ്മണ്ട് ഹിലാരി ന്യൂസിലാൻഡ് രാജ്യക്കാരനായിരുന്നു. പരിസ്ഥിതി സംബന്ധിച്ച ആദ്യത്തെ ഐക്യരാഷ്ട്ര ഉച്ചകോടിക്ക് വേദിയായത്. പരിസ്ഥിതി സംബന്ധിച്ച ആദ്യത്തെ ഐക്യരാഷ്ട്ര ഉച്ചകോടിക്ക് വേദിയായത് സ്റ്റോക്ക്ഹോം. സ്റ്റോക്ക്ഹോം ആയിരുന്നു പരിസ്ഥിതി സംബന്ധിച്ച ആദ്യത്തെ ഐക്യരാഷ്ട്ര ഉച്ചകോടിക്ക് വേദിയായത്. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെട്ടത്. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെട്ടത് ഏലക്കായ്. ഏലക്കായാണ് പറുദീസയിലെ വിത്ത് എന്നറിയപ്പെട്ടത്. പഴശ്ശിരാജ മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? പഴശ്ശിരാജ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. കോഴിക്കോടാണ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശിരാജാവിൻ്റെ യഥാർത്ഥ പേര്? പഴശ്ശിരാജാവിൻ്റെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ. കോട്ടയം കേരളവർമ്മ എന്നതാണ് പഴശ്ശിരാജാവിൻ്റെ യഥാർത്ഥ പേര്. പസഫിക്കിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത്. പസഫിക്കിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് പനാമ കനാൽ.
പനാമ കനാലാണ് പസഫിക്കിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത്. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് മഗല്ലനാണ് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത്. പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് ഉപയോഗത്തിലുള്ളത്? ഹിമാചൽ പ്രദേശിലാണ് പഹാരി ഭാഷ ഉപയോഗത്തിലുള്ളത്. പാപനാശം സ്കീം ഏത് നദിയിലാണ്? താമ്രപർണി നദിയിലാണ് പാപനാശം സ്കീം. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ് പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം? 1962. 1962 പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ചത്. പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ഗോപാലനാണ് പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റ് നേതാവ്. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്നത് നാഫ്തലിനാണ് പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്നത്. പാറ്റ്ന നഗരത്തിൻ്റെ പഴയ പേര് പാടലീപുത്രം എന്നതാണ് പാറ്റ്ന നഗരത്തിൻ്റെ പഴയ പേര്. പാണ്ഡയുടെ ജന്മദേശം ചൈനയാണ് പാണ്ഡയുടെ ജന്മദേശം. പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത് ജീനുകളാണ് പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത്. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരലിയാണ് പാലക്കാട് കോട്ട നിർമ്മിച്ചത്. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം. പാലവംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം ബുദ്ധമതമാണ് പാലവംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം. പാലവംശം സ്ഥാപിച്ചത് ഗോപാലനാണ് പാലവംശം സ്ഥാപിച്ചത്. പാലിയന്റോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഫോസിലുകളെക്കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ലാക്ടേസ് ആണ് പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസില്ലസ് ആണ് പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ. പാലിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം എന്തിൻ്റെ സാന്നിധ്യമാണ്? കരോട്ടിൻ്റെ സാന്നിധ്യമാണ് പാലിന് മഞ്ഞ നിറം നൽകുന്നത്. പാഴ്സി മതം സ്ഥാപിച്ചത് സോരാഷ്ട്രാണ് പാഴ്സി മതം സ്ഥാപിച്ചത്. പാഴ്സികളുടെ പുരാതന അഗ്നിക്ഷേത്രങ്ങളുള്ള ഉഡ്വാഡ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് പാഴ്സികളുടെ പുരാതന അഗ്നിക്ഷേത്രങ്ങളുള്ള ഉഡ്വാഡ സ്ഥിതി ചെയ്യുന്നത്. പാവങ്ങളുടെ മത്സ്യം എന്നറിയപ്പെടുന്നത് ചാളയാണ് പാവങ്ങളുടെ മത്സ്യം എന്നറിയപ്പെടുന്നത്. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബീബി കാ മക്ബറയാണ് പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ കാർഗിലിൽ 1999 നടത്തിയ സൈനിക നടപടി. 1999 നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ
ഓപ്പറേഷൻ വിജയാണ് പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ കാർഗിലിൽ 1999 നടത്തിയ സൈനിക നടപടിയുടെ പേര്. പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദി. പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു. സിന്ധുവാണ് പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദി. വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം. വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം നെഫ്രോൺ. നെഫ്രോൺ ആണ് വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം. വൃക്കകളിൽ ഉണ്ടാകുന്ന കല്ല് രാസപരമായി എന്താണ്? വൃക്കകളിൽ ഉണ്ടാകുന്ന കല്ല് രാസപരമായി എന്താണ്? കാൽസ്യം ഓക്സലേറ്റ്. വൃക്കകളിൽ ഉണ്ടാകുന്ന കല്ല് രാസപരമായി കാൽസ്യം ഓക്സലേറ്റ് ആണ്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മീഥൈൽ ആൽക്കഹോൾ. മീഥൈൽ ആൽക്കഹോളാണ് വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത്. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. നെഫ്രോളജിയാണ് വൃക്കയെക്കുറിച്ചുള്ള പഠനം. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ എന്തുപേരിൽ അറിയപ്പെടുന്നു? ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ എന്തുപേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യ ഗേറ്റ്. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ ഇന്ത്യ ഗേറ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാകതീയ വംശത്തിൻ്റെ തലസ്ഥാനമായിരുന്ന നഗരം. കാകതീയ വംശത്തിൻ്റെ തലസ്ഥാനമായിരുന്ന നഗരം വാറങ്ങൽ. വാറങ്ങലാണ് കാകതീയ വംശത്തിൻ്റെ തലസ്ഥാനമായിരുന്ന നഗരം. ശൃംഗേരി മഠം സ്ഥാപിച്ചത് ശങ്കരാചാര്യർ. ശങ്കരാചാര്യരാണ് ശൃംഗേരി മഠം സ്ഥാപിച്ചത്. കാസിൽ എന്ന പദവുമായി ബന്ധപ്പെട്ട കളി ചെസ്. ചെസ്സാണ് കാസിൽ എന്ന പദവുമായി ബന്ധപ്പെട്ട കളി. കബഡിയുടെ ജന്മനാട് ഇന്ത്യ. ഇന്ത്യയാണ് കബഡിയുടെ ജന്മനാട്. ശബ്ദമലിനീകരണം അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ഡെസിബൽ ആണ് ശബ്ദമലിനീകരണം അളക്കുന്ന യൂണിറ്റ്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട മലയാള കവി വള്ളത്തോൾ. വള്ളത്തോളാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട മലയാള കവി. കാന്തശക്തി വൈദ്യുത ശക്തിയാക്കി മാറ്റാമെന്ന് കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെയാണ് കാന്തശക്തി വൈദ്യുത ശക്തിയാക്കി മാറ്റാമെന്ന് കണ്ടുപിടിച്ചത്. ശാന്തിവൻ ആരുടെ സമാധിസ്ഥലമാണ്? നെഹ്റുവിൻ്റെ സമാധിസ്ഥലമാണ് ശാന്തിവൻ. കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ജന്തു ബീവർ. ബീവറാണ് കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ജന്തു. ഏത് ലോഹത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്? അലൂമിനിയം. അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. ഏത് നദിയുടെ പോഷക നദികളിൽ നിന്നുമാണ് പഞ്ചാബിന് പേര് ലഭിച്ചത്? സിന്ധു നദിയുടെ പോഷക നദികളിൽ നിന്നുമാണ് പഞ്ചാബിന് ആ പേര് ലഭിച്ചത്. ഏത് രാജ്യത്തിൻ്റെ വിമാന സർവീസാണ് ഗരുഡ? ഇന്തോനേഷ്യയുടെ വിമാന സർവീസാണ് ഗരുഡ. ഏത് വർഷമാണ് സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധപ്പെടുത്തിയത്? 1772. 1772 സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധപ്പെടുത്തിയത്. ഏതു വർഷമാണ് ഗാന്ധിജി രക്ഷാധികാരിയായി അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ സംഘടന ആരംഭിച്ചത്? 1934. 1934 ഗാന്ധിജി രക്ഷാധികാരിയായി അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ സംഘടന ആരംഭിച്ചത്. അവിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡന്റ് ജെയിംസ് ബുക്കാനനാണ് അവിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡന്റ്. ആധുനിക വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് തോമസ് കുക്കാണ് ആധുനിക വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവ്യർ ആണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽ താരം. ആന്ധ്രാപ്രദേശ് ഗവർണറായ മലയാളി പട്ടം താണുപിള്ളയാണ്
ആന്ധ്രാപ്രദേശ് ഗവർണറായ മലയാളി? ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.